ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യം ചെയ്യാൻ SIT വിളിപ്പിച്ചിട്ടില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് MP. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് P. ശശിയാണ് മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയതെന്നും ആരോപണം. നോട്ടീസ് അയച്ചാൽ അറിയാവുന്ന കാര്യങ്ങൾ SITക്ക് മുന്നിൽ പറയുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഉടൻ തന്നെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. ചാനലിലൂടെ മാത്രമാണ് അടൂർ പ്രകാശിനെ SIT വിളിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ കഴിയും. എനിക്ക് യാതൊരു അറിവുമില്ല, എന്നെ അങ്ങനെ വിളിച്ചിട്ടുമില്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു ശശി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ഒരു പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഒരു ഭയവും ഇല്ല. മാത്രമല്ല, ഞാൻ എന്തായാലും SITയുടെ മുമ്പിൽ പോകുന്നതിന് മുമ്പ് കാലേ കൂട്ടി അറിയിക്കുന്നതാണ്. റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, തന്നെ ആരും ഇതുവരെ വിളിച്ചിട്ടില്ല, വിളിച്ചാൽ പോയി വിവരങ്ങൾ പറയും, ഇതിനെല്ലാം പിന്നിൽ P. ശശിയാണ്, അങ്ങനെയാണല്ലേ അടൂർ പ്രകാശ് പറയുന്നത്? റോഷ്നി, അടൂർ പ്രകാശ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന്റെ നീക്കത്തിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഗൂഢാലോചന നടത്തുന്നു, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ചില നീക്കങ്ങളാണ് ഇത്തരം വാർത്തയ്ക്ക് പിന്നിൽ എന്ന വാദമാണ് UDF കൺവീനർ അടൂർ പ്രകാശ് വരുത്തുന്നത്. അതേസമയം സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും എത്തുമ്പോൾ അടൂർ പ്രകാശും ആന്റണി MPയും ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അന്വേഷണ സംഘം അടൂർ പ്രകാശ് MPയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. UDFന്റെ കൺവീനർ കൂടിയാണ്. അവിടെ കോൺഗ്രസും UDFും പ്രതിരോധം തീർക്കേണ്ട സാഹചര്യം വരുന്നു. അടൂർ പ്രകാശിന് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്ന് മാത്രമല്ല, ഈ കാര്യത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണ് LDF സർക്കാർ എന്നാണ് ആരോപണം. അതേസമയം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് SITയുടെ അന്വേഷണം പുരോഗമിക്കുന്നത്. സ്വാഭാവികമായും ഈ ചിത്രം അത് ആരോപണമായി ഒന്നിൽ കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ അത് പരിശോധിക്കേണ്ടത് വരും എന്ന വിശദീകരണം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഏതായാലും ഇതുവരെ തനിക്ക് ഒരു ഫോൺ കോൾ പോലും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് ലഭിച്ചില്ല എന്ന വിശദീകരണമാണ് അടൂർ പ്രകാശിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഏതായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ നേരത്തെ തന്നെ അന്വേഷണ സംഘം തീരുമാനിച്ചതാണ്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിക്കുന്നുണ്ട്. ഒപ്പം കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ച് പരസ്പരം ആശയവിനിമയം നടത്തിയവരൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. കാരണം അന്വേഷണം ഒരു പരിധിക്കപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ സംശയമുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യും. അവരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളൊക്കെ അന്വേഷണത്തിന് കരുത്താകുമെന്ന പ്രതീക്ഷ തന്നെയാണ് SITക്കുള്ളത്. ശരി, റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. തനിക്കെതിരായ നീക്കത്തിനു പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് എന്ന് അടൂർ പ്രകാശ് ആവർത്തിക്കുകയാണ്.